ഞാനിവിടെ വളരെ പ്രസക്തമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഭൂമി ഉരുണ്ടതാണെന്നോ പരന്നതാണെന്നോ അല്ല ചോദ്യമല്ല. മനുഷ്യനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു വിഷയം ദുഃഖമാണ്. ഈ ദുഃഖം എന്താണ് ദുഃഖമെന്ന് നമുക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ല, അതെല്ലാവർക്കും അറിയാം. പിന്നെ സുഖം എന്താണെന്നുള്ളതാണ്, സന്തോഷം എന്താണെന്നുള്ളതാണ്. അങ്ങനെ സുഖം, ദുഃഖം, സന്തോഷം എന്നീ മൂന്ന് തൃപ്തി, ഇങ്ങനെ നമുക്ക് പലതിനെയും പറയാൻ പറ്റും. പക്ഷേ ഏറ്റവും കാതലായ പ്രശ്നം ദുഃഖമാണ്. സന്തോഷം എന്ന് പറയുന്നത് അത് നല്ല അനുഭവമാണ്, അതൊരു പോസിറ്റീവായ അനുഭവമാണ്. അത് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ദിനചര്യകളിലെല്ലാം അനുഭവിക്കുന്നതാണ് സന്തോഷം. സന്തോഷവും ദുഃഖവും ഒരു നാണയത്തിൻ്റെ രണ്ട് പുറങ്ങളാണ്. സന്തോഷവും ദുഃഖവും ഒരു നാണയത്തിൻ്റെ രണ്ട് പുറങ്ങളാണ്. അതേസമയം രണ്ട് പുറങ്ങളാണ്. ഇതിൽ ദുഃഖം മാത്രം ഉണ്ടാകുമോ എന്നൊരു ചോദ്യമുണ്ട്. മനുഷ്യനിൽ അധികമായി ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നവരും കുറവായി ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നവരും സമൂഹത്തിലുണ്ട്. തൃഷ്ണയാണ് ദുഃഖകാരണം എന്നാണ് ശ്രീബുദ്ധൻ പറഞ്ഞത്. അതിനോട് എനിക്ക് യോജിക്കാനാവുന്നില്ല. തൃഷ്ണ എന്ന് പറഞ്ഞാൽ ആഗ്രഹം, മോഹം, ദുരാഗ്രഹം, ഇതൊക്കെയാണ് തൃഷ്ണ എന്ന പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത്. അത് പാലി ഭാഷയിലോ മറ്റോ ഉള്ള പദമാണ് തൃഷ്ണ എന്നുള്ളത്. അത് മലയാളം, ഇംഗ്ലീഷോ സംസ്കൃതമോ പോലും അല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം അതിൻ്റെ മലയാളം കണ്ടെത്തുകയാണെങ്കിൽ ദുരാഗ്രഹം, ആഗ്രഹം, മോഹം എന്നുള്ളതൊക്കെയാണ്. ഞാൻ പറയുന്നത് ഒരാളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട വികാരമാണ് ആഗ്രഹം. ആഗ്രഹം ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ അയാൾ ദുഃഖിതനാവുക എന്നാണ് അർത്ഥം. ഒരാൾ ദുഃഖിതനാകുന്നത് ആഗ്രഹങ്ങൾ ഇല്ലാതാകുമ്പോഴാണ്. ആഗ്രഹങ്ങൾ വേണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആഗ്രഹങ്ങൾ വേണം. ഇവിടെ ഈ ആഗ്രഹങ്ങൾ വേണ്ട എന്നാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത്. ആഗ്രഹങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയാണ് മതം ചെയ്യുന്നത്. എന്നാൽ സത്യത്തിൽ ആഗ്രഹം ഉണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത്. ആഗ്രഹം ഉണ്ടായാൽ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാവാൻ കഴിയുകയുള്ളൂ. ആഗ്രഹം സഫലമാകുന്നതാണ് സന്തോഷം. അതെ, ആഗ്രഹം സഫലമാകുന്നതാണ് സന്തോഷം. ഞാൻ ഇന്ന് ദുഃഖിതനായിരിക്കുന്നതിൻ്റെ കാരണം എനിക്ക് ആഗ്രഹങ്ങളില്ല എന്നതാണ്. അത് എൻ്റെ ഒരു പ്രശ്നമായി നിലനിൽക്കുകയാണ്. എനിക്ക് ആവശ്യം സൗകര്യങ്ങളൊക്കെയുണ്ട്. പണമുണ്ട്, സഞ്ചരിക്കാൻ വാഹനമുണ്ട്, താമസിക്കാൻ വലിയ വീടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്. എൻ്റെ മനസ്സിന് ആഗ്രഹങ്ങളില്ല. ഞാനിവിടെ ഈ ആഗ്രഹമില്ലാത്തതുകൊണ്ട് വീടിനുള്ളിൽ തന്നെ കഴിച്ചു കൂട്ടുകയാണ്. ഈ അവസ്ഥ എങ്ങനെ മാറുമെന്ന് എനിക്കറിയില്ല. ഇതെന്താണ് ഇങ്ങനെ? എനിക്ക് ഇപ്പോൾ ഈ പ്രായത്തിൽ 62 വയസ്സായി. ഒരു അടുത്ത കാലത്ത് വരെ ഉണ്ടാകാത്ത ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടിട്ടുള്ളത്. ആഗ്രഹങ്ങളില്ല. വല്ല വിനോദ യാത്ര നടത്താനോ, അല്ലെങ്കിൽ നല്ല ഭക്ഷണ ഹോട്ടലുകളിൽ നിന്ന് പോയി ഭക്ഷിക്കാനോ, അല്ലെങ്കിൽ സമൂഹത്തോടൊപ്പം ചിരിച്ച് കളിച്ച് എന്തെങ്കിലും യൂട്യൂബോ അല്ലെങ്കിൽ വാട്സപ്പോ അല്ലെങ്കിൽ മെസ്സഞ്ചറോ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ നോക്കി സന്തോഷം കണ്ടെത്താൻ എനിക്ക് കഴിയുന്നില്ല. എന്തിനേറെ പറയുന്നു, എനിക്ക് ടി വി തന്നെ ഓൺ ചെയ്യുന്നത് താല്പര്യമില്ലാതായിരിക്കുകയാണ്. കാരണം ടി വിയിലെ വാർത്ത കേൾക്കുന്നതിനോ മറ്റ് പ്രോഗ്രാമുകൾ കേൾക്കുന്നതിനോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. എൻ്റെ ആഗ്രഹം നഷ്ടപ്പെട്ടതാണ് എൻ്റെ ദുഃഖം. എൻ്റെ ദുഃഖത്തിൻ്റെ കാതലായ ഏറ്റവും ഉയർന്ന കാരണം, ദുഃഖത്തിൻ്റെ പ്രധാന കാരണം ആഗ്രഹം നഷ്ടപ്പെട്ടതാണ്. ആഗ്രഹമാണ് ദുഃഖത്തിൻ്റെ കാരണം എന്ന ബുദ്ധൻ്റെ സിദ്ധാന്തത്തോട് ഞാൻ യോജിക്കുന്നില്ല.